ഗൈസ് ഞങ്ങൾ ഇത് ഐസിലേക്ക് കാണാൻ പോവാണ്. അല്ലേ 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 എന്നാ ഐസിലേക്ക് കാണാൻ പോവാ. ഷിയോക്ക് ഫുൾ പ്രിപ്പറേഷൻ കൊണ്ടാണ്. ഷിയോയ്ക്ക് മാത്രം ഇന്നലെ കറക്റ്റ് ഉറക്കം കിട്ടിയുള്ളൂ. എനിക്ക് ഉറക്കം കിട്ടിയില്ല. എനിക്ക് കിട്ടിയോ? ഇവിടുത്തെ ഒരു പ്രശ്നം അതാ ആറ്റിറ്റ്യൂഡ്. നോണ പറഞ്ഞാലുണ്ടല്ലോ യൂട്യൂബ് ഒന്നും നോക്കൂല. ഞാൻ പറയുന്നത് കോപ്പ്. ഓ ഇപ്പൊ എത്രയാ 7:30 എങ്ങാണ്ട് ഇറങ്ങാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോ 8 മണി അല്ല 8 മണിയല്ലേ, 8 മണിയായി. നമ്മള് ഇന്ന് മൂഞ്ചിന്ന് ഐസ് ലേക്കിലോട്ട് പോവാണ്. അപ്പ് ആൻഡ് ഡൗൺ 6 hours പറഞ്ഞേ. ഭയങ്കര അസൻ്റായിരിക്കും. അപ്പം 8:30 സൂപ്പർ. മിക്കവാറും ഒരു 7 മണിക്കൂറൊക്കെ എടുത്ത് എത്തുമായിരിക്കും. മീൻസ് കയറി ഇറങ്ങുമായിരിക്കും. പിന്നെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണ്. നല്ല ക്ലൈമറ്റ്, സണ്ണി ക്ലൈമറ്റ്, മഴയില്ല, എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ക്ലൈമറ്റ്. അപ്പോൾ നമ്മളെ ലഗേജ് എല്ലാം റൂമിലാണല്ലേ. നമ്മൾ ഐസിലേക്ക് പോകുമ്പം ലഗേജ് നിർത്തി പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്നത്തെ ഒരു മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ 3400 മീറ്ററിന് നമ്മൾ ഒറ്റയടിക്ക് 4600, അതായത് 1100 1200 മീറ്റർ എങ്ങാണ്ട് നമ്മൾ ഒറ്റയടിക്കുന്ന ഹൈക്ക് ചെയ്യാൻ പോവാണ്. അതാണ് ആക്ച്വലി ഐസ് ലേക്കിലേക്കുള്ള ട്രെക്കിങ്ങിൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത്. സോ സിക്നസ് അടിക്കാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. ബട്ട് നമ്മളിപ്പോൾ മെല്ലെ മെല്ലെ കയറും ഐസ് ലേക്കിലോട്ട്. ഐസ് ലേക്കിലോട്ട് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കയറുവാണെങ്കിൽ തിരിച്ചോലേക്കും തൊറോങ്ങിലേക്കും നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. സോ നിങ്ങൾ അന്നപൂർണ്ണ സർക്യൂട്ട് ചെയ്യുമ്പം ഒന്നെങ്കിൽ മൂങ്കിലിന്നോ അല്ലെങ്കിൽ ബ്രാഗ വില്ലേജിൽ നിന്നോ നിങ്ങൾ സൈഡ് ട്രെക്കിംഗ് ആയിട്ട് ഈ എന്താ പറയുക ഐസിലേക്ക് ട്രെക്കിങ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ പോകാൻ പോകുന്നേ ഉള്ളൂ. എനിവേയ്സ് ഓക്കെ. സൺഗ്ലാസ് എടുക്കാൻ മറന്നു. കോപ്പ് സൺഗ്ലാസ് നിർബന്ധം, കാരണം സണ്ണിയല്ലേ, ഗ്ലെയർ അടിച്ച് ഭരിക്കും. സൺഗ്ലാസ് എടുത്തിട്ട് വരാം. യെസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ജാക്കറ്റ്, അകത്ത് തേർമൽ സെറ്റ് ഇട്ടിട്ടുണ്ട്. തേർമൽ സെറ്റ് കൊണ്ട് തന്നെ തണുപ്പ് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ വൂളൻ സോക്സ്, നല്ലൊരു ഷൂസ്, വൂളൻ ഗ്ലൗസ്, പിന്നെ ക്യാപ്പ്, നെക്ക് വാമേഴ്സ്, സൺഗ്ലാസസ് എല്ലാം എടുക്കാം. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ എന്നാ, ഇതൊക്കെ നോർമൽ ട്രെക്കിങ്ങിലുള്ള കാര്യങ്ങളാണ്. എനിവേയ്സ് ഞാൻ പറയുന്നേ ഉള്ളൂ. സോ തിരിച്ചുലേക്കിൻ്റെയും തൊറോങ്ങിലേക്കും മുന്നേ നമുക്കുള്ള ചാലഞ്ചിങ് ട്രെക്കിംഗ് ആണ് ഇന്നത്തെ ഐസിലേക്ക് ട്രെക്കിങ്. മാഷാഅല്ലാഹ് ഉണ്ടാവും എന്തോ. ഞാൻ സൺഗ്ലാസ് എടുക്കട്ടെ. യെസ്. രാവിലെ കണ്ട മലയൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഐ മീൻ സ്നോ മൗണ്ടെയിൻ. പക്ഷെ കുറേയൊക്കെ ക്ലൗഡി വന്നിട്ട് മൂടിയിട്ടുണ്ട്. യെസ്, കണ്ടോ. രാവിലെ എന്താ കഴിച്ചെന്ന് പറയാൻ മറന്നുപോയി. നമ്മൾ റൂമിൽ നിന്ന് തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ എല്ലാവരും ചൂടുവെള്ളം, മൗണ്ടെയിനിലെത്തുമ്പോൾ ചൂടുവെള്ളമാണ് മെയിൻ സാധനം. ചൂടുവെള്ളമില്ലാത്തൊരു പരിപാടിയില്ല. അപ്പോൾ ചൂടുവെള്ളം ഉണ്ടാക്കി കുടിച്ചു. പിന്നെ എന്നാ അസറ്റ് സലാമൊരു ടാബ്ലറ്റ് എടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു മുസ്ലി മീൻസ് ഓട്സ് ഇല്ലേ, അപ്പം പാല് കലക്കിയിട്ട് ഓട്സ് ഇട്ടിട്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഐസിലേക്ക് പോകുന്ന വഴിക്ക് 1-2 ടീ ഹൗസേ ഉള്ളൂ. സോ നമ്മൾ മസ്റ്റായിട്ടും എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ക്യാരി ചെയ്യണം. സോ ഞങ്ങൾ ഒരു ബാഗിൽ കുറച്ച് ബിസ്ക്കറ്റ്സ്, കടല, പിന്നെ കടലമിഠായി, ഓട്സ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഐസിലേക്ക് പോകുമ്പോൾ പ്രിപ്പറേഷൻസ്. യെസ്. ഹലോ പറ. ലേശം ഉറക്കെ പറയാവോ? നമ്മളിപ്പോ ഐസിലേക്കിലേക്കാ പോകുന്നത്. എന്താ ഐസിലേക്കിന്റെ പ്രത്യേകത?
നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് 1200 മീറ്റർ എങ്ങാണ്ട് കയറുമല്ലേ? അതെ, നമ്മൾ 3000 4000 സംതിങ് ആലത്തൂരിലേക്ക് കയറാൻ പോവാ. യെസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റീപ്പ് കയറ്റാ. യെസ്. പിന്നെന്താ, തണുപ്പുണ്ട്. തണുപ്പോ? സണ്ണിയല്ലേ? സണ്ണിയാണ്, പക്ഷേ കൈ കണക്കുന്നുണ്ട്. ഇല്ല, ഉണ്ട്. ആ ജാക്കറ്റ് ഊരി വെക്കുക, അപ്പം പറയാം. സോ ഒരു ബോർഡ് കാണാം, ഐസ് ലേക്ക്. സോ ഐ തിങ്ക് ദിസ് ഈസ് ഷോർട്ട് കട്ട് വഴി എന്താണ്. യെസ്, പോണ വഴിക്കൊരു മൊണാസ്ട്രി ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ പണി നടക്കുവാണ്, കണ്ടല്ലേ? യെസ്. ബോർഡ് കാണാം, ഐസ് ലേക്ക്. സോ ഇങ്ങനത്തെ സ്റ്റീപ്പ് മീൻസ് ലോങ് ജേണിയാണ്, കയറി പോകണം. നമ്മൾ വേറെ ടീമിനെ കൂടെ കണ്ടു. യെസ്, നമ്മളൊരു ഗൈഡിനോട് ചോദിച്ച് കൺഫേം ചെയ്തു. ഈ കാണുന്ന, അതായത് നമ്മൾ ഇത്രയേറെ കണ്ടുകൊണ്ടിരുന്നത് യെസ് അന്നപൂർണ 3. നമ്മൾ ഗംഗപൂർണ എന്ന് തെറ്റിദ്ധരിച്ചിരുന്നത് ഇരുവാസ് അന്നപൂർണ 4. യെസ്. സോ എനിക്ക് അന്നപൂർണ 3യും അന്നപൂർണ 4ഉം ഭയങ്കര അടിപൊളിയായിട്ട് കാണാം. ഐസിലേക്ക് പോവുകയാണെങ്കിലും സർക്യൂട്ട് പോവുകയാണെങ്കിലും അടിപൊളിയായിട്ട് കാണാം. സോ നമ്മളെ കയറ്റം എങ്ങനെയാണ്, ഇറ്റ്സ് ലൈക്ക് സ്റ്റീപ്പ്. ഇങ്ങനെ കയറി പോകണം. ഇപ്പോൾ നമ്മുടെ ടീമിനെ കണ്ടു. അവർ പറഞ്ഞേ ഇനിയും ഒരു 4 മണിക്കൂറൊക്കെ കണ്ട് നടക്കാനുണ്ട്. യെസ്, ഇങ്ങനെ സ്റ്റീപ്സായിട്ട് ഇങ്ങനെ ചുറ്റി പോവാം. ഇതാണ് മെയിൻ പരിപാടി, കണ്ട. യെസ്, ഇപ്പം നമ്മൾ ഏകദേശം 3950 മീറ്റർ എത്തി. നമ്മൾ 3400-ലുണ്ടായത്. 3900-ഓളം ഹൈക്ക് ചെയ്തു. ഹൈക്കിങ് അത്ര ഈസി അല്ല, ഫുൾ സ്റ്റീപ്പ് മാത്രമാണ്. പക്ഷെ ഇവിടെ നോക്കിയാൽ നമുക്ക് കറക്റ്റ് അല്ലേ ഒരു ഫുൾ വ്യൂ കിട്ടും. മനാങ്, ബ്രാക്ക വില്ലേജ്, തിൽച്ചോ മൗണ്ടൻ പീക്ക് പോയിൻ്റ്, പിന്നെ അന്നപൂർണ 3, അന്നപൂർണ 4, അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളിയാണ് വ്യൂ. പിന്നെ മാർഷ്യാതി റിവർ ഒഴുകുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ഹോൾ വ്യൂ. ലാസ്റ്റ് കാണുന്നതാണ്. ഹലോ അവിടെ ദൂരെ കാണുന്നതാണ് മനാങ്. ഇപ്പുറം പ്രാഗുണ്ട്. അവിടെ ദൂരെ കാണുന്നതാണ് തിലിച്ചോ പീക്ക് പോയിന്റ്. സോ ദിസ് ഈസ് അവർ അന്നപൂർണ 3, അന്നപൂർണ 4. ഓൾമോസ്റ്റ് എല്ലാം ക്ലൗഡി ആയിട്ട് ഏകദേശം കവറായി പോയിട്ടുണ്ട്.
സോ നമുക്ക് ഇനി കയറാനുള്ള ബിഗ് പോയിൻ്റാണിത്. കുറേ ഫ്ലാഗ്സ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുറച്ചും കൂടെ ക്യാരി ചെയ്യണമായിരുന്നു. നമ്മൾ ആകെ 3-4 ബോട്ടിൽസ് എടുത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അത് മതിയാവുന്നു. എനിവേയ്സ് പോയേക്കാം. യെസ്. സോ ഭയങ്കര വിൻഡിയായി. വിൻഡി പറഞ്ഞാൽ ആകെ പണിക്കാലം നന്നായിട്ട് രാവിലെ 9 മണിക്ക് തുടങ്ങി ട്രെക്കിങ്. ഇപ്പോൾ 1:30, ഉച്ചയ്ക്ക് 1:30. 3400 മീറ്ററിന് 4400 മീറ്റർ, 1000 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് കവർ ചെയ്തു. 4400 മീറ്ററിൽ നിൽക്കുമ്പം ശ്വാസം കിട്ടുക എന്നുള്ളത് അയ്യോ കോപ്പ്. അപ്പോൾ ഒരു 200 മീറ്റർ കൂടെ കയറി കഴിഞ്ഞാൽ ഐസിലേക്ക് ആകെയാ എത്തും. സ്റ്റെപ്സ് അല്ല, സ്റ്റീപ്പ് വേ. ഇവിടെ അന്നപൂർണ 4ഉം 3ഉം ഗംഗപൂർണയും എല്ലാം കാണാം. വഴിയില്ലേ? ഇല്ലേ? മഴമേഘാണോ? പിന്നെ കൈയൊക്കെ ആയതൊക്കെ തണുത്ത് കാറ്റടിച്ച് ഒരുമാതിരി. ബട്ട് ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ്സ് നോർമൽ. യെസ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അന്നപൂർണ സർക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രാഗ വില്ലേജ് എത്തുമ്പം ഓർ മനാങ് എത്തുമ്പം, അതും അല്ലെങ്കിൽ മൂങ്ചി എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്. അവിടെ എത്തുമ്പം ഐസ് ലേക്ക് ട്രക്കിങ് മസ്റ്റായിട്ട് ചെയ്യുക. എനിക്ക് അന്നപൂർണ 3, അന്നപൂർണ 4, ഗംഗപൂർണ, ഈ ഹിമാലയൻ മൗണ്ടെയ്ൻസിൻ്റെ ഒക്കെ സ്റ്റണ്ണിങ് വ്യൂസ് കിട്ടും. ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല. കണ്ടോ ആ കാണുന്ന അന്നപൂർണ 4, ദെൻ ദിസ് ഈസ് അന്നപൂർണ, ദിസ് വൺ ഈസ് അന്നപൂർണ 3, ഗംഗപൂർണ. അന്നപൂർണ 4 എനിക്ക് ഭയങ്കര ഇഷ്ടമായ. പിന്നെ അവിടെ ദോണ്ടെ അവിടെ കാണുന്ന തിലിച്ചോ മൗണ്ടെയിൻ പീക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ശരിക്കുള്ള വഴി അപ്പുറമാണ്. ശിവ ഇതാ പ്രത്യേക വഴിയൊക്കെ ഉണ്ടാക്കി പോകുന്നു. ഞാനും ശിവൻ്റെ പിന്നാലെ പോകുന്നു. എങ്ങനെയാലും എത്തിയാൽ പോരെ. കോപ്പ് ഫ്യൂ മോർ. വളരെ കുറച്ച് നേരം കൂടെ നടന്നാൽ നമ്മ ഐസിലേക്ക് എത്തുവേ. യെസ്.
ഫൈനലി നമ്മൾ ഐസ് ലേക്ക് എത്തി. ഐസ് ലേക്ക് ഞാൻ കാണിച്ചു തരാവേ. യെസ്, സോ ഇതാണ് നമ്മുടെ ലേക്ക്. കണ്ടോ? പക്ഷെ ലേക്കല്ല മെയിൻ. ഇവിടെ ഫ്ലാഗൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മളുടെ അന്നപൂർണ 4 കാണാം. അതാണ് മെയിൻ. സീരിയസ്. ഭയങ്കര ഇരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നത് പോലെ എനിക്കറിയാം. ഓരോ വിഷയം കാറ്റ്. അപ്പം ഞാൻ പറയുവാണെങ്കിൽ ഐസ് ലേക്കിലോട്ട് നിങ്ങൾ പോരുന്ന സമയത്ത് ഞാനിപ്പോൾ ഐസിലേക്ക് എത്തിയ ഒരു സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ ഐസ് ലേക്ക് എന്നുള്ള ഡെസ്റ്റിനേഷൻ ഭയങ്കരമായിട്ട് മനസ്സ് വെച്ചിട്ട് പോരരുത്. അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഭയങ്കര സൂപ്പറാണെന്ന് കരുതിയിട്ടൊന്നും പോരരുത്. കാരണം ഐസ് ലേക്ക് ഈസ് നോർമൽ. ഞാൻ ലേക്ക് കാണിച്ചു തരാം. ലേക്ക് നിങ്ങൾ ഐസ് ലേക്ക് എന്നൊക്കെ കേൾക്കുമ്പം ഓ ഭയങ്കര സംഭവം അങ്ങനൊന്നും വിചാരിക്കരുത്. ഇത് കണ്ടോ, ഇതാണ് ഐസ് ലേക്ക്. 4600 മീറ്ററിൽ കിടക്കുന്ന ആ ലേക്ക് ഇതാണ്. ഇത് കണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു വാവ് സൂപ്പർ തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നില്ല. അപ്പം ഞാൻ പറയട്ടെ, ഡെസ്റ്റിനേഷൻ ഭയാനകം എന്ന് വിചാരിച്ചില്ലെങ്കിൽ സൂപ്പർ എന്ന് വിചാരിച്ചിട്ടായിരിക്കരുത് ഐസിലേക്ക് വരുന്നത്. ഐസിലേക്ക് ട്രക്കിങ്ങിൻ്റെ മെയിൻ പേർപ്പസ് എനിക്ക് മനസ്സിലായത് വരുന്ന വഴിയാണ്. സത്യത്തിൽ വരുന്ന വഴിയുള്ള സ്റ്റണ്ണിങ് വ്യൂസിന് വേണ്ടിയിട്ടാണ് ഒരു പേർപ്പസ്. അല്ലാതെ ഐസിലേക്ക് കാണുക എന്നുള്ളതേ അല്ല. അന്നപൂർണ 3ഉം 4ഉം ഗംഗപൂർണിയും പിന്നെന്താ തിരിച്ചോ ലേക്ക് പീക്ക് പോയിൻറ്റും ഇങ്ങനെ നിങ്ങൾ ഐസിലേക്ക് ട്രക്കിങ് ഒരിക്കലും മറക്കില്ല. അതിൽ 2 കാരണം ഐസിലേക്ക് സൂപ്പറാന്നുള്ളതല്ല. ഒന്ന്, എനിക്ക് വരുന്ന വഴി ഫുള്ള് അടിപൊളി വ്യൂസാണ്. 2, 3400 4600 കയറുക എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്യുന്ന പോലെയാണ്. ആ ചാലഞ്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചോലേക്കും തൊറോങ്ല പാസ്സൊക്കെ കയറാൻ ഒന്നും കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പം നമ്മൾ തന്നെ ആൾട്ടിറ്റ്യൂഡ് വൈസ് ടെസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഏത് ഐസിലേക്ക് ട്രക്കിങ്. ഓക്കെ ആസിഫേ എത്തിയോ? അതാ ഞാനിപ്പോ ഫോളോവേഴ്സിന് പറഞ്ഞോണ്ടിരിക്കുന്നേ. ഐസ് ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഐസ് ഉണ്ട് അത് ഇതൊന്നും വിചാരിച്ചൊന്നും വരരുത്. വരുന്നത് ബാക്കിലെ വ്യൂസിന് വേണ്ടിയാ. അവിടെ അന്നപൂർണ 3 ഉണ്ട് 4 ഉണ്ട്. ഞാൻ തമാശ പറഞ്ഞാണ്, ഇവിടെ അത് വെച്ച് തന്നെ കണ്ടിട്ടുണ്ടാക്കാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ എക്സ്ക്യൂസ് ഇപ്പോടോ ഞാൻ കേട്ട് പറഞ്ഞാണ്. ഐസ് ലേക്ക് എന്ന് പറയുമ്പം ഭയങ്കര ഗ്ലേഷ്യർ ലേക്ക് എന്നൊക്കെ വിചാരിച്ചൊന്നും വരരുത്. മേ ബി ജനുവരി ഡിസംബർ ഒക്കെ ആകുമ്പം ഗ്ലേഷ്യറിലേക്ക് കിട്ടുമായിരിക്കും. എനിവേസ് നമ്മളിപ്പോൾ കയറിയത് ഒക്ടോബർ ടൈമിലാണ്. അപ്പോൾ ഈ കോലത്തിലാണ് ഉണ്ടാവുക ഐസിലേക്ക്. പക്ഷേ ഞാൻ പറയട്ടെ, ഐസിലേക്ക് ട്രക്കിങ് വേർത്താണ് ഭയങ്കര. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞ്, നിങ്ങൾ തന്നെ ആൾട്ടിറ്റ്യൂഡ് വൈസ് ചാലഞ്ച് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ 4600ലേക്ക്
നിങ്ങൾ അസെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു ആർ ഇൻ, നിങ്ങൾ ഇന്നാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, വരുന്ന വഴി കംപ്ലീറ്റ് ഇതുപോലെ സോറി ഇതുപോലെ നിങ്ങൾക്ക് ഇവരെ കാണാൻ പറ്റും. ആരെ? അന്നപൂർണ 3ഉം 4ഉം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അസെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മടുപ്പോ വെറുപ്പിക്കലോ ചടപ്പോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. സീരിയസ്ലി. ഇപ്പോൾ ഏറെക്കുറെ ക്ലൗഡി ആയി തുടങ്ങി. ഇത്രയും നേരം ഭയങ്കര അടിപൊളിയായിട്ട് ഇതൊക്കെ കാണാമായിരുന്നു. ഇപ്പം ഏറെക്കുറെ ക്ലൗഡിയായി. എന്നിരുന്നാലും ഫാർ 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 ബെറ്ററാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് കൊണ്ട് ഒന്നും കാണത്തില്ല. കാരണം നമുക്ക് ഇവിടെ ഫുള്ള് ക്ലൗഡിയാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ക്ലോസ് ആവും. ഇതെല്ലാം ആയും. പിന്നെ ഐസ് ലേക്ക് ട്രെക്കിങ്ങിൻ്റെ ഒരു ചാലഞ്ച്, വരുന്ന വഴിക്ക് ആകെ ഒരു ടീ ഹൗസേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് പ്രോപ്പറായി റെസ്റ്റ് എടുക്കാനോ കുറേ ടീ ഹൗസുകളൊന്നുമില്ല. നമുക്ക് വേണ്ട ഫുഡും വെള്ളവും നമ്മളതിന് ക്യാരി ചെയ്ത് തന്നെയാണ്. അത് നമ്മളുടെ ഒരു ടെസ്റ്റിംഗ് ആണ്. നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, നമുക്ക് എത്ര ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത്. സോ നിങ്ങളിപ്പോൾ തിലിച്ചോലേക്കും തൊറോങ്ല പാസ്സൊക്കെ പോവാൻ അതാണ് നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് എങ്കിൽ യു ഷുഡ് ട്രൈ ഐസ് ലേക്ക് ട്രെക്കിംഗ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾ ഇന്നായാൽ നിങ്ങൾ തിലിച്ചോലും തൊറോങ്ലോലൊക്കെ ഇന്നാവാനുള്ള ചാൻസസ് ആർ ഹൈ. നിങ്ങളെ കോൺഫിഡൻസ് കൂടും. ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നു. ഐസ് ലേക്കാവോ, പെട്ടെന്ന് ഞാൻ 4-6 കയറുവാണല്ലോ, കൊളാവോ, എന്താവും, സിക്നസ് അടിക്കുമോ എന്നൊക്കെ ശരിക്കും പേടിച്ചിട്ടാണ് കയറുമ്പോൾ ഇടയ്ക്ക് ബ്രീത്ത് ഇഷ്യൂസ് അതേപോലെ ഹെഡേക്കൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം എന്താ പറയുക, ശരിക്കും ഓൾ റൈറ്റ് ആണ്. നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ. സോ ഐസ് ലേക്ക് വേർത്താണോ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വാവ് സൂപ്പറൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഐസ് ലേക്ക് ട്രക്കിംഗ് വേർത്താണോ ചോദിച്ചാൽ ഭയങ്കര വേർത്താണ്. യെസ്, അത് മൂടി ഇനിയിപ്പൊന്നും അത് കാണിച്ചു തരാറൊന്നുമില്ല. യെസ്. മിക്സർ കാണിക്കുക. എന്താ അവസ്ഥ? നല്ല അവസ്ഥ, നല്ല മിക്സറും നല്ല വ്യൂ. നമ്മളെ മെയിൻ ഐസ് ലേക്ക് ഇല്ലേ, അതിനെക്കാട്ടിലും എനിക്ക് സൂപ്പറായിട്ട് തോന്നുന്നത് ഈ ലേക്കാണ്. ഐസ് ലേക്കിന് മുന്നെത്തുന്നൊരു ലേക്ക് ഉണ്ട്, അത് കൊള്ളാം. ഓക്കെ, അടിപൊളിയല്ലേ? യെസ്. നമുക്ക് ഭാഗ്യമുണ്ട് ഷിയോ, നല്ല ക്ലൈമറ്റ്.